ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള തിരുവോണം നക്ഷത്ര ജാതകരുടെ നക്ഷത്ര ഫലം നോക്കാം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി നാം പരിഗണിക്കപ്പെടുന്ന 27 നക്ഷത്രങ്ങളിൽ 22ാമത്തെ നക്ഷത്രമാണ് തിരുവോണം. 10ാമത്തെ രാശിയായ മകരത്തിലാണ് തിരുവോണത്തിൻ്റെ സ്ഥാനം. തിരുവോണം നക്ഷത്ര ജാതകർ പൊതുവെ വളരെയധികം ധീരരും ഉദാസീനരും, ജ്ഞാനസമ്പാദനം, കാര്യശേഷി, ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം, കുലീനത, ദാനശീലം, നിരന്തരമായ പ്രയത്നശീലം, പരോപകാര തൽപരത എന്നീ ഗുണങ്ങളോട് കൂടിയ ആളുകളാണ് തിരുവോണം നക്ഷത്ര ജാതകർ. പൊതുവെ ഈ നക്ഷത്ര ജാതകർ എല്ലാവിധ പ്രതിസന്ധികളിലും കഠിനമായി പ്രയത്നിച്ച് മുന്നേറുവാൻ ധൈര്യമുള്ള ആളുകളാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു അടിത്തറ വേണമെന്ന ആഗ്രഹത്തോടുള്ള പ്രവർത്തനത്തിൽ ഇവർ ഏത് കാര്യങ്ങളും ഏറ്റെടുക്കുവാൻ ധൈര്യമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ഉപജീവനം തേടുന്നവരും, ധനമുള്ളവരും, സ്വന്തം വീട് വെടിഞ്ഞ് മാറി താമസിക്കുന്നവരും, സുഖമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും, പണച്ചിലവുള്ളവരും, സത്യം പറയുന്നവരും, ബന്ധുബലം കുറവുള്ളവരും, ഈശ്വരഭക്തരുമായി ഭവിക്കുന്നതാണ്. ഇവർ പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമാണ്. ഈ കാരണത്താൽ തന്നെ വേണ്ടത്ര ധൈര്യം കാണിച്ചില്ലെന്ന് വരാം. മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ ഏറെ സ്വന്തം ലക്ഷ്യബോധമാണ് ഇവരെ നയിക്കുന്നത്. മിതവ്യയം ചെയ്യുക ഇവരുടെ മുഖമുദ്ര തന്നെയാണ്. യുക്തി വിചാരവും യഥാസ്ഥിതികതയും ഇവരിൽ ഒരേ സമയം കാണാം. നല്ല സംഭാഷണത്തിലൂടെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ്. പൊതുവെ ഈ നക്ഷത്ര ജാതകർക്ക് സ്വദേശത്തു നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് ഇവർക്ക് അധികം ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ അച്ചടക്കവും അതുമൂലമുള്ള പിശുക്കും ഇവരുടെ പ്രത്യേകത തന്നെയാണ്. ന്യായമായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നത് ഇവരുടെ വളരെ വലിയ ഗുണമാണ്. ഭക്ഷണ കാര്യങ്ങളിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പുലർത്തും. ആദർശനിഷ്ഠമായ രാഷ്ട്രീയ വിശ്വാസവും ഇവർക്കുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. ഈ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ മകരം രാശിയുടെ അധിപനായ ശനിയും ദശാധിപൻ ചന്ദ്രനുമായതിനാൽ ഈ നാളുകാരിൽ ശനിയുടെയും ചന്ദ്രൻ്റെയും സ്വഭാവ സവിശേഷതകൾ കാണാവുന്നതാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ ശാസ്ത്രങ്ങളെ അറിയുവാനും അന്യദേശത്ത് താമസിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ ദാനശീലരും സൗന്ദര്യാദി സൽഗുണങ്ങളുള്ള ഭാര്യയും സമ്പത്തും ഐശ്വര്യവും പ്രസിദ്ധിയും ഉള്ളവനും, വളരെയധികം സഞ്ചരിക്കുവാൻ താല്പര്യമുള്ളവനും, ബുദ്ധിമാനും ധാരാളം ചെലവ് ചെയ്യുന്ന സ്വഭാവമുള്ളവനുമായി ഭവിക്കുന്നു. ഇപ്രകാരമുള്ള പ്രമാണപ്രകാരമെല്ലാം തന്നെ ചിന്തിക്കുന്ന സമയത്ത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിയുള്ള ആളുകളും സൗന്ദര്യമുള്ള ആളുകളുമായിരിക്കും. തിരുവോണം നക്ഷത്ര ജാതകരിൽ ചിലർ പൊക്കം കുറഞ്ഞവരായി കാണപ്പെടുന്നുണ്ട്. വിശാലമായ മാറിടത്തോടു കൂടിയ ഇവരിൽ മിക്കവരുടെയും മുഖത്ത് മറുകുകൾ അടയാളമുണ്ടായിരിക്കും. ചിലർക്ക് തോളിലായിരിക്കും ഉണ്ടാകുക. കുലീനമായ പെരുമാറ്റവും അച്ചടക്കവും ചിട്ടയായുള്ള പ്രവർത്തന രീതിയും കൊണ്ടുതന്നെ എല്ലാവരുടെയും പ്രശംസ ഏറ്റുപറ്റുന്ന ഇവർ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത ആളുകളാണ്. ഇവർ ചിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതുകൊണ്ടൊക്കെയായിരിക്കും ഇവർ അടുത്ത് ഇടപെടുന്ന ആളുകൾ പിന്നീട് ഇവരെ വിട്ടു പിരിയാനോ മറക്കുവാനോ സാധിക്കാത്ത അവസ്ഥയിലാകും. തിരുവോണം നക്ഷത്രത്തിൻ്റെ നാഥൻ ചന്ദ്രനും രാശാധിപൻ ശനിയുമാണ്. അതിനാൽ തന്നെ ഇവരിൽ ശനിയുടെയും ചന്ദ്രൻ്റെയും സവിശേഷതകൾ ഒരുപോലെ നമുക്ക് കാണുവാൻ കഴിയും. ശനി ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹമാകുന്നു. അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്ര ജാതകർ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി അതിനുവേണ്ടി സ്ഥിരമായി കഠിനമായി അധ്വാനം ചെയ്ത്
സ്ഥിരമായി പ്രവർത്തിക്കുന്നവരാണെന്ന് തന്നെ പറയാവുന്നതാണ്. ലക്ഷ്യപൂർത്തീകരണത്തിന് ഇവർ വിശ്രമിക്കാതെ തന്നെ പരിശ്രമിക്കുന്ന ആളുകളാണ്. ഇവർക്ക് കാര്യങ്ങളെ യഥാവിധി ആസൂത്രണം ചെയ്യുവാനും അതിന് വേണ്ടതായ ആളുകളെയും സാമഗ്രികളെയും സംഘടിപ്പിക്കുവാനും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവുണ്ട്. പുരുഷ നക്ഷത്രമാണ് തിരുവോണം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല ഭർത്താവ്, കുടുംബസുഖം, ഐശ്വര്യം എന്നിവയുണ്ടാകും. നല്ല വ്യക്തിത്വവും സൽസ്വഭാവവും കുലീനതയും സ്നേഹസമ്പന്നരും സഹനശക്തിയും സ്വന്തം ആദർശങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതക്രമവും സംസ്കാര പ്രബുദ്ധരുമായ തിരുവോണ നക്ഷത്ര ജാതകരായ സ്ത്രീകൾ പൊതുവെ വിദ്യ, കല എന്നിവയിൽ വളരെയധികം പ്രതിപത്തിയുള്ള ആളുകളായിരിക്കും. മറ്റുള്ളവർക്കായി സ്വന്തം ആഗ്രഹങ്ങളെ മറച്ചു വയ്ക്കുകയും തനിക്കിഷ്ടപ്പെടാത്ത പെരുമാറ്റം ആരിൽ നിന്നുണ്ടായാൽ വെട്ടിത്തുറന്ന് മുഖത്തടിച്ചതുപോലെ പറയുന്ന പ്രകൃതം ഉള്ള ആളുകളാണ്. പ്രവർത്തന മേഖലയിൽ ശോഭിക്കുകയും ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരും. ദേവകടങ്ങൾ, കുലിശക്കടങ്ങൾ എന്നിവ അതാത് സമയത്ത് തീർക്കേണ്ടതാണ്. കുട്ടികളോട് കാണിക്കുന്ന സ്നേഹമാകട്ടെ ശാസനയാകട്ടെ ഇവ അധികം അളവിലായിരിക്കരുത്. ചിട്ടയോടും പൂർണ്ണതയോടും കർമ്മം ചെയ്യുന്ന നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലാണ്ടു പോകുന്നതിൻ്റെ കാരണം മനസ്സിൻ്റെ ഏകാഗ്രതയില്ലായ്മയാണ്. ഇവ ഒഴിവാക്കുവാൻ യോഗ, ധ്യാനം, മന്ത്രജപം, സംഗീതം, ചിത്രരചന, കായികം എന്നിങ്ങനെ മനസ്സിന് കുളിർമ നൽകുന്നവ പരിശീലിക്കുന്നത് വളരെയധികം നന്നാണ്. വികാരങ്ങൾ മുഖത്ത് പ്രതിഫലിക്കുന്നത് താങ്കൾക്ക് വളരെയധികം ദോഷം ചെയ്യും. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വളരെയധികം മാതൃകാ മഹിമകളായിരിക്കും നിങ്ങൾ. കുടുംബാംഗങ്ങളുമായി വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവക്കായി വളരുന്നത് ഗുണകരമാകും. അതിലൂടെ നിങ്ങളെ കബളിപ്പിക്കപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യത്തിൽ ഉദാസീനത കാണിക്കാതിരിക്കുക. ഭർത്താവിനെ സ്വന്തം വറുതിയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ സ്ത്രീകൾ. ഈ കാരണത്താൽ തന്നെ വളരെയധികം ദുഃഖകരമായ പലതും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ എല്ലാം സഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നേതൃത്വ പദവി ഉള്ളവരും കുട്ടിക്കാലത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരും തോൽവി എന്ന ചിന്തയില്ലാത്തവരും ഗൃഹഭരണത്തെക്കാൾ പ്രവൃത്തി മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും പിശുക്കരും പൊതുജനം ശത്രുക്കളുമായിരിക്കും. ന്യായമായി മാത്രം ധനസമ്പാദനം നടത്തുന്നവരും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ദാമ്പത്യം സുഖകരമായിരിക്കുന്നവരുമാണ്. മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും നല്ല വ്യക്തികളെ തരം താഴ്ത്തുവാനും ഇവർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ശത്രുക്കളെ വേദനിപ്പിക്കുവാൻ ഈ നക്ഷത്ര ജാതകർ വളരെ മിടുക്കരാണ്. അത്യാഗ്രഹികളും മനസ്സുറപ്പില്ലാത്തവരുമായിരിക്കും. ശത്രുക്കൾ വളരെ കൂടുതലുണ്ട് ഇവർക്ക്. രക്ഷിതാക്കളുമായുള്ള ചേരിപ്പോരിൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കും ഇടവരുത്തും. ആയതിനാൽ നിങ്ങൾ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട വർഷമാണ്. ഈ വർഷത്തെ ഫലമനുസരിച്ച് വളരെയധികം മേഖലകളിൽ നിങ്ങൾക്ക് നേട്ടങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. തൊഴിലിൽ സ്ഥാനചലനം, തടസ്സങ്ങൾ, ദോഷങ്ങൾ എന്നിവയുണ്ടാകാം. തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. ഏജൻസി വ്യാപാരം, ചെറുകിട വ്യവസായം എന്നിവയിൽ നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. ദിവസവേതനക്കാർക്ക് തൊഴിൽ അനുസൃതമായി ലഭിക്കും. പകർച്ചവ്യാധികൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവ സാധ്യതകളാണ്. ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വർഷമാണ്. അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം കരുതലോടെ ഇടപെടണം. അപകട സാധ്യതയും ശത്രുക്കളുടെ ശല്യവും ഉണ്ടാകും. പൂർവിക സ്വത്തിൽ നിന്നും തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്ന് വിരോധവും കലഹങ്ങളും ഉണ്ടാകാം. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ യുക്തിപൂർവം കൈകാര്യം ചെയ്യാത്ത പക്ഷം വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന വർഷമാണ്.
ഉദ്ദേശം നിങ്ങൾക്ക് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള രാഹുദശയിൽ രാഹുവിൻ്റെ സ്ഥാനം അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ശുഭസ്ഥാനത്തുള്ള രാഹുവിൻ്റെ ദശയിൽ വലിയ വിജയം, അംഗീകാരം, പ്രശസ്തി ഇവ ലഭിക്കും. തൊഴിൽ, ബിസിനസ് എന്നിവയിൽ പെട്ടെന്നുള്ള വളർച്ചയും ലാഭവും ഉണ്ടാകും. ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം, നല്ല വിവാഹയോഗം, ജീവിതത്തിൽ സന്തോഷം വരുവാനുള്ള സാധ്യത, വിദേശ യാത്രയ്ക്കുള്ള അവസരം എന്നിവയുണ്ടാകും. ഇച്ഛാശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നതാണ്. എതിർപ്പിനെ എല്ലാം തന്നെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി ലഭിക്കും. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വർഷമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും കഴിയുന്നതാണ്. ജീവിതത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ സഹായിക്കും. ആരോഗ്യം, സാമ്പത്തികവും വളരെയധികം മെച്ചപ്പെടുന്ന വർഷമാണ്. അനുകൂലമല്ലാത്ത രാഹുവിൻ്റെ സമയത്ത് ആശയക്കുഴപ്പം, പണനഷ്ടം, തൊഴിലിൽ തകർച്ച എന്നിവയ്ക്ക് കാരണമാകും. 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള വ്യാഴദശയിൽ വ്യാഴം ജാതകത്തിൽ ശക്തമായി നിൽക്കുന്ന സമയമാണെങ്കിൽ ജീവിതത്തിൽ സത്യസന്ധതയും വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും സമാധാനപരമായ ജീവിതവും ലഭിക്കും. സംസാരത്തിൽ കഴിവ് വർദ്ധിക്കുകയും വേദങ്ങളും ദൈവിക കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. മതകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ദൈവിക കഴിവുകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് മികവ് കൈവരിക്കുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെയധികം ഉത്സാഹവും ഉത്കൃഷ്ടയും സ്ഥാനപ്രാപ്തിയും നേടുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാനും സർക്കാർ സേവനം ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. വിവാഹിതരാകുവാനും സന്താനങ്ങളെ ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തിയും പല വിധത്തിലുള്ള ദ്രവ്യലാഭവും മനസ്സന്തോഷവും ലഭിക്കും. നിയമപരമായ കാര്യങ്ങളിൽ വിജയിക്കുവാനും ശത്രുക്കളെ വെല്ലുവിളിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. ഈ ദശയിൽ കഫം, ജലദോഷം, തൊണ്ടയിലെ അസുഖങ്ങൾ, ആസ്മ, ഗ്രഹണി, ചുഴലി, മുഴകൾ, മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, പ്രമേഹം എന്നിവ സാധ്യതകളാണ്. പ്രാസംഗികർ, സ്കൂൾ കോളേജ് അധ്യാപകർ, പുരോഹിതർ, നിയമവിദഗ്ധർ, ജഡ്ജി, സയൻറ്റിസ്റ്റ് എന്നീ ജോലികളിൽ തിളങ്ങുവാൻ കഴിയും. വ്യക്തിക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഈ വർഷം നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുകയും എല്ലാ മേഖലകളിലും മിന്നിത്തിളങ്ങുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഭാഗ്യം എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതം വളരെയധികം സമാധാനപൂർണമായിരിക്കും. എന്നാൽ ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലെങ്കിൽ ഈ ദശയിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ ഗുണപരമായ ഫലങ്ങൾ ലഭിക്കില്ല. സമാധാനപരമായ ജീവിതം ഉണ്ടാകില്ല. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരും. വിവാഹം മുടങ്ങുവാനും ബിസിനസ് തകരുവാനും ജോലിയിൽ പ്രതിസന്ധികൾ നേരിടുവാനുമുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളും വന്നു ചേരും. 46 മുതൽ 65 വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന ശനിദശയിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പത്തും വിജയവും ധാരാളം പണ നേട്ടങ്ങളും ഉണ്ടാകും. സാമൂഹ്യ പദവി ഉയരുകയും കഠിന അധ്വാനം ചെയ്യാതെ തന്നെ വിജയക്കൊടി പാറിക്കുവാനും സാധിക്കുന്ന വർഷമാണ്. എന്നിരുന്നാലും ഇതെല്ലാം ഗ്രഹനിലയിൽ ശനിയുടെ സ്ഥാനം വെച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ധാരാളം അറിവ്, ആത്മീയ വികസനം, ദീർഘ ആയുസ്, സ്വാധീനമുള്ള സുഹൃത്തുക്കളുള്ള ആളുകളെ നയിക്കുവാനുള്ള കഴിവ്, നല്ല കുടുംബജീവിതം എന്നിവയുണ്ടാകും. എന്നാൽ ശനി പ്രതികൂല സ്ഥാനത്താണെങ്കിൽ അലസതയും ഉന്മേഷക്കുറവും അനുഭവപ്പെടും. സാമ്പത്തികമായ നഷ്ടങ്ങൾ വരെ അനുഭവപ്പെടാം. 2026 എന്നത് സമൃദ്ധിയുടെയും ഒരു പുതിയ അധ്യായം തുറക്കുവാൻ പോകുകയാണ് നിങ്ങൾക്ക് മുന്നിൽ.
പുത്രഭാഗ്യം, സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, വിജയം, സുസ്ഥിരത എന്നിവ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെയധികം അനുകൂലമാണ്. വിവാഹബന്ധം സന്തോഷകരവും ദീർഘകാലവുമായിരിക്കും. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ജോലിയിൽ പുരോഗതി നേടുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. സമ്പാദ്യം വർദ്ധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരുകയും ബഹുമാനം നേടുകയും ചെയ്യുന്ന വർഷം കൂടിയാണ്. രാഹു, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശകൾ ദുരിതങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ഈ ദശകളിൽ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ, ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും നേടുവാൻ ചില ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതായി വരും. നവഗ്രഹങ്ങളിൽ ചന്ദ്രനെയും ശനിയെയും പ്രീതിപ്പെടുത്തുക. തിങ്കളാഴ്ചകളിൽ വെള്ള വസ്ത്രം ധരിക്കുക. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. യഥാവിധി ചന്ദ്രമന്ത്രം ജപിക്കുക. ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ദീപം തെളിക്കുക. നീല വസ്ത്രം ധരിക്കുക. ശനി മന്ത്രം യഥാവിധി ജപിക്കുക. തിരുവോണം, അത്തം, രോഹിണി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. തിരുവോണവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ദുർഗാ ക്ഷേത്ര ദർശനം നടത്തുകയും ദുർഗാ സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നത് ഗുണകരമാകും. അതുപോലെ അയ്യപ്പനെയും ദുർഗാദേവിയെയും പതിവായി പ്രാർത്ഥിക്കുക. അമാവാസിയും തിങ്കളും തിരുവോണവും കൂടി വരുന്ന ദിവസം യഥാവിധി വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദിവസവും ഭക്ഷണം ദാനം ചെയ്യുക. പ്രത്യേകിച്ച് അനാഥ കുട്ടികൾക്ക് അന്നദാനം നടത്താവുന്നതാണ്. തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ മഹാവിഷ്ണു ആയതിനാൽ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക. തിരുവോണം നക്ഷത്രത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ കുരങ്ങുകളെ ഉപദ്രവിക്കരുത്. ഭക്ഷണത്തിൽ കോഴിയിറച്ചി കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും. ഞാൻ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം പൊതുവെ ഒരു സൂചന മാത്രമാണ്. പ്രത്യേകിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്ന ദശ അപഹാര കണക്ക് ഒരു പൊതുവായ സൂചന മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജനനഗ്രഹനില, ജന്മശിഷ്ടമൊക്കെ മാറുന്നതനുസരിച്ച് ദശ അപഹാരം മാറിയേക്കാം. മാത്രവുമല്ല, യോഗങ്ങൾ, ദശ അപഹാരം എന്നിവ അനുസരിച്ച് പറയുന്ന ഫലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകും. ജാതക നിരൂപണം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്. ഗ്രഹദോഷങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും മോശ സമയങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.